മായം ചേർത്ത് തേയില വിൽപ്പന നടത്താൻ ശ്രമിച്ച 2 പേരെ മലപ്പുറം ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഡി സുജിത്ത് പെരേരയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. വേങ്ങര കൂരിയാട് സ്വദേശി മുഹമ്മദ് അനസിൽ നിന്ന് 40 കിലോയും മങ്കട സ്വദേശി ആഷിഖിന്റെ ഗോഡൌണിൽ നിന്ന് 100 കിലോയും മായം ചേർത്ത തേയിലയാണ് പിടികൂടിയത്. മുഹമ്മദ് അനസിൽ നിന്ന് 40 കിലോ മായം ചേർത്ത തേയില പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തു നിന്നും വാഹനത്തിൽ വെച്ച് പിടികൂടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരൂർ താന്നൂർ സർക്കിളുകളിലെ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ രാത്രികാല പരിശോധനയിൽ കൃത്രിമ നിറം ചേർത്തെന്ന് സംശയിക്കുന്ന ചായപ്പൊടി നിർമ്മാതാവിന്റെ പേരോ ലേബൽ വിവരങ്ങളോ ഇല്ലാത്ത നിർലോഭം വിറ്റഴിക്കുന്നതായി തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ MN ഷംസിയയുടെയും താന്നൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഡോക്ടർ സുമിൻ ജോസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിതരണക്കാരനായ വേങ്ങര സ്വദേശി അനസിലേക്ക് എത്തുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കഴിഞ്ഞ ഒരാഴ്ചയായി ഇദ്ദേഹം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു. തുടർന്ന് ജൂലൈ 3 ഉച്ചയ്ക്ക് വൈലത്തൂർ ഭാഗങ്ങളിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പിടിയിലായത്. തുടർ പരിശോധന നടത്തുന്നതിനായി ഇദ്ദേഹത്തിൽ നിന്നും പിടികൂടിയ തേയിലയുടെ സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ ശേഖരിച്ച് കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലാബിലേക്ക് അയച്ചു. ദീർഘനേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ മുഹമ്മദ് അനസിന് തേയില എത്തിച്ചു നൽകുന്ന ആളുടെ പേരും ശേഖരിച്ച സൈബർ സെല്ലിന്റെ സഹായത്തോടെ മേൽവിലാസം കണ്ടെത്തുകയും മങ്കട സർക്കിളിലെ വെങ്ങാടുള്ള ആഷിഖ് എന്ന വ്യക്തിയുടെ ഗോഡൌണിൽ എത്തിച്ചേരുകയും ചെയ്തു. വെങ്ങാടുള്ള ഗോഡൌണിൽ പരിശോധന നടത്തിയപ്പോൾ കൃത്രിമ നിറം ചേർത്തെന്ന് സംശയിക്കുന്ന 100 കിലോയോളം തേയിലയും രാസവസ്തുക്കളും പിടിച്ചെടുത്തു. തുടർന്ന് ഭക്ഷ്യവസ്തുവിന്റെ സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ ശേഖരിച്ച് പരിശോധനക്കായി കോഴിക്കോട് റീജിയണൽ ലാബിലേക്ക് അയക്കുകയും ഗോഡൌൺ സീൽ ചെയ്യുകയും ചെയ്തു. അവൻ പലനേരം പല രീതിയിൽ ഭയങ്കര നമ്പർ 1 3 ഐറ്റം ഞങ്ങളോട് പറഞ്ഞു ചെന്നപ്പോൾ അവൻ പലനേരം